ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയുടെ സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ എപ്പിസോഡ്സ് ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആക്ച്വലി നമുക്കൊരു പുതിയ വണ്ടികളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബെന്നിക്ക് നമ്മൾ പഴയ വർക്ക്ഷോപ്പ് നമ്മൾ വീണ്ടും എടുത്ത് കൊടുത്തു. അപ്പോൾ അവിടെ ഇപ്പോൾ ബെന്നിയാണ് ഇപ്പോൾ ഫുൾ ടൈം വർക്ക് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഫാമിലീസ് മെമ്പേഴ്സ് അവിടെ പ്രൊട്ടക്ഷനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട് ഗൈസ്. പക്ഷേ അത് മാത്രമല്ല നമ്മൾ നമ്മുടെ ബോസിനെ വെച്ചാൽ പുള്ളി മെയിൻ ബോസ് നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല. പക്ഷേ ഇന്ന് ലെസ്റ്റർ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ബിക്കോസ് നമ്മൾ ഒരു വലിയ ഹൈസ്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഗൈസ്. ബിക്കോസ് നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് ചെയ്യണമെങ്കിൽ തന്നെ പൈസ വേണം, അതാണ് നമുക്കില്ലാത്തത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പുതിയൊരു പ്ലാനൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ലെസ്റ്റർ എന്നൊരു സീക്രട്ട് ബേസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ലെസ്റ്റർ പറഞ്ഞത്. പക്ഷേ അത് എവിടെയാണെന്ന് ലെസ്റ്റർ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കത് കാണാൻ പറ്റും. എന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങുമ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്, അതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് അടുത്ത് തന്നെ ജസ്റ്റ് ഒന്ന് ബീച്ചിൻ്റെ അവിടെയൊക്കെ വന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് സുഹൃത്തുക്കളെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഓൺ റൂട്ട് 10K ആണ് ഗൈസ്. അപ്പോൾ നമ്മുടെ മെയിൻ ചാനലിലും ഈ ചാനലിലും വീഡിയോസ് വരുന്നതായിരിക്കും. പിന്നെ അത് മാത്രമല്ല എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കയറി ചെക്കൗട്ട് ചെയ്യാത്തവർ എന്തായാലും കയറി ചെക്കൗട്ട് ചെയ്താൽ ഗൈസ്. അപ്പോൾ ഒട്ടും വൈകിട്ട് നമുക്ക് അങ്ങോട്ട് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ് നമ്മളത് വീഡിയോ നൈസായിട്ട് തുടങ്ങാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങുന്നത് ജസ്റ്റ് ഈ ബീച്ചിൻ്റെ ഏരിയയിൽ നിന്നാണ് കേട്ടോ. നമ്മളിപ്പോൾ വന്നേക്കും നമ്മുടെ മസ്റ്റാങ് കൊണ്ടാണ്. ആക്ച്വലി നമ്മുടെ അല്ല, ഇത് ട്രെവറിൻ്റെ മസ്റ്റാങ് ആണ്. ട്രെവർ ആക്ച്വലി നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ അപ്പാർട്ട്മെൻറ്റിൽ പോയി ഡ്രസ്സ് മാറിയിട്ട് നമ്മുടെ വണ്ടി എടുത്തിട്ട് നേരെ ലെസ്റ്ററിൻ്റെ അങ്ങോട്ട് പോകാം. ബിക്കോസ് ഇന്ന് ഒരു വലിയ പരിപാടിയൊക്കെ ഉണ്ടെന്നാണ് ലെസ്റ്റർ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമ്മൾ ഇതിൻ്റെ ലൈക്ക് ടാർഗറ്റ് ഒരു 1000 ലൈക്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും സെറ്റ് ചെയ്ത് ഒപ്പിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നമുക്ക് നേരെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ പോകാം. ആ കാണുന്നതാണ് അപ്പാർട്ട്മെൻറ്റ്. ഈ വണ്ടി രക്ഷയില്ല ഗൈസ്. ട്രെവറിൻ്റെ ആണെങ്കിലും സാധനം വെറുതെ നല്ല കിടിലൻ എക്സോസ്റ്റും ലുക്കൊക്കെ അടിപൊളിയാണ് ഈ വണ്ടിയുടെ. ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത, നമ്മൾ നല്ല സ്പീഡിൽ കൊടുത്തെടുത്ത് കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ ചാടിയൊക്കെ പോകുന്നതാണ് ട്രെവർ പറഞ്ഞു. നമുക്ക് നോക്കാം. കണ്ട വീലൊക്കെ ചെയ്ത് പോണ വണ്ടിയാണ്. ഒരു രക്ഷയില്ല ഗൈസ്. ട്രെവർ ഫുള്ള് മോഡ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഒട്ടും വൈകിട്ട് നേരെ അപ്പാർട്ട്മെൻറ്റ് അങ്ങോട്ടേക്ക് പോയേക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ അപ്പാർട്ട്മെൻറ്റ് അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ്. ഇത് ആക്ച്വലി നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് അല്ല, നമ്മുടെ മെയിൻ ബോസ് ഇതുവരെ എത്തിയിട്ടില്ല ഗൈസ്. അപ്പോൾ അതായത് നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ അവരെത്തിക്കഴിഞ്ഞിട്ട് അവരുടെ അപ്പാർട്ട്മെൻറ്റ് ആണ് ആക്ച്വലി ഇത്. പക്ഷേ നമ്മളിപ്പോൾ തൽക്കാലം നമുക്ക് വീടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നിൽക്കുന്നു. നമ്മുടെ വീട് കത്തിപ്പോയി, അവിടെ നമുക്ക് വീടൊന്നുമില്ല, അതുകൊണ്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഈ വണ്ടി എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്തിടണം. നമുക്ക് നൈസായിട്ട് ഇവിടെ ഇങ്ങോട്ട് കയറ്റി ഇടാം. ഓക്കെ ഗൈസ്, വണ്ടി നൈസായിട്ട് നമ്മൾ കയറ്റി ഇടുന്നുണ്ട്. ഓക്കെ ഗൈസ്, വണ്ടി ഇവിടെ കിടക്കട്ടെ. നമുക്ക് നേരെ പോയി ഡ്രസ്സൊക്കെ മാറേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് GTR എടുത്തിട്ട് വേണം പോകാൻ. ചിലപ്പോൾ ഇന്ന് 1, 2, 3 വണ്ടികൾ നമ്മൾ പുതിയത് വരുന്നതായിരിക്കും. നമുക്ക് നേരെ വെയിറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഇതാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എടുത്ത ഇന്ത്യൻ കാർ കേട്ടോ ഗൈസ്. അപ്പോൾ ഇതൊരു കിയ സെൽറ്റോസ് ആണ്, ഫുള്ളി മോഡിഫൈഡ് GT ലൈൻ വേർഷനാണ്. സാധനം എന്തായാലും കൊള്ളാം. നമുക്ക് എന്തായാലും നേരെ മോളിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് അങ്ങോട്ട് താഴോട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മളിത് മുകളിൽ എത്തിയെന്ന് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ഗൈസ്. അപ്പോൾ സെറ്റ് അപ്പാർട്ട്മെൻറ്റാണ്. നമുക്ക് നേരെ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം. ഇവിടെ ഇപ്പോൾ ട്രെവർ നിൽക്കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രെവർ ഇപ്പോൾ ഇവിടെ കാണാനില്ല. പുള്ളി ചിലപ്പോൾ വല്ല തിരക്കൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടാവും. പുള്ളി എപ്പോഴും ഇവിടെ വന്ന് നിൽക്കാറില്ല. പുള്ളി ഇവിടെ ഇല്ലെന്ന് കൊണ്ടിട്ട് ഗൈസ്. പുള്ളി സാധാരണ ഇവിടെ ഉണ്ടാവാറുണ്ട്. നമുക്ക് നേരെ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം. ഡ്രസ്സ് മാറി നേരെ ലെസ്റ്ററിനെ കൂടെ പോകാനുണ്ട്. കുറേ അടിപൊളി മാസ്റ്റർ പ്ലാൻസ് ഒക്കെ പുള്ളി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കണം ഗൈസ്. അപ്പോൾ നേരെ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതൊരു കിടിലൻ മാൻഷനൊക്കെ തന്നെയാണ്. മാൻഷനല്ല, അപ്പാർട്ട്മെൻറ്റാണ്. പക്ഷേ നമ്മുടെ അപ്പാർട്ട്മെൻ്റ് അല്ല, അതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ നമുക്ക് ഉടനെ വീടും കാര്യങ്ങളൊക്കെ മേടിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതിനുവേണ്ടി നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ ട്രെവർ ഇത് താഴെ വന്ന് നിൽക്കുന്നുണ്ട്. ട്രെവർ എന്താണ് ഇവിടെ നിൽക്കണമെന്ന് നമുക്കറിയത്തില്ല. നമുക്ക് എന്തായാലും ട്രെവർ വന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ട്രെവർ മിക്കവാറും ആ സ്പോട്ടിലോട്ട് വന്നോളും. ട്രെവർ എന്താ തിരക്കിലൊക്കെയാണ്. അപ്പോൾ നമുക്ക് നേരെ താഴോട്ട് പോയി വണ്ടി എടുത്ത് ലെസ്റ്ററിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലോട്ട് പോവാം. അവിടെ എന്താ സ്കീമെന്ന് നോക്കിയിട്ട് വരാം ഗൈസ്. അപ്പോൾ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, എന്താണെന്ന് നമുക്കറിയത്തില്ല. അത് നമുക്ക് നേരെ എലിവേറ്റർ ചെയ്ത് താഴോട്ട് പോയേക്കാം. അപ്പോൾ ഗൈസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ താഴെ എത്തിയിട്ട് നേരെ GTR എടുത്തിട്ട് നമ്മൾ പോകാൻ പോകുന്നത് നേരെ ലെസ്റ്ററിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലോട്ടാണ്. ഇന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും അതെന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടറിയാം. നമുക്ക് നേരെ ലെസ്റ്ററിൻ്റെ അങ്ങോട്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ താഴെ ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം പോകാനുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമ്മുടെ ഈ വണ്ടി ഓടുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എത്തും. അപ്പോൾ ഒട്ടും വൈകിട്ട് നേരെ ലെസ്റ്ററിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിന് അങ്ങോട്ടേക്ക് പോയേക്കാം. അപ്പോൾ ഗൈസ് നമ്മളിത് ഓൾമോസ്റ്റ് നമ്മൾ ലെസ്റ്ററിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ ഇവിടെ എത്താറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ലെസ്റ്റർ ഇവിടെ നിന്ന് രാവിലെ തന്നെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരുന്നത്. വേറെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് എന്താണെന്ന് അറിയത്തില്ല. മിക്കവാറും ഇവിടുന്ന് ട്രാവൽ ചെയ്യേണ്ടി വരും വേറെ സ്ഥലത്തോട്ട്. പിന്നെ നമ്മുടെ ഷോറൂമിൻ്റെ കാര്യവും, പിന്നെ നമ്മുടെ പുതിയ ബോസ് വരുന്നതിൻ്റെ കാര്യം, പിന്നെ അത് മാത്രമല്ല ഇതിനൊക്കെ വേണ്ടി പൈസ ഉണ്ടാക്കുന്ന കാര്യം, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇവിടെയാണ് നമ്മുടെ ലെസ്റ്ററിൻ്റെ മെയിൻ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത്. ജസ്റ്റ് ഒരു ഹിഡൻ സ്പേസ് ആണ്. ഇപ്പോൾ അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റിയാണ് ഇപ്പോൾ ലെസ്റ്റർ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ലെസ്റ്റർ സിറ്റിയിലൊരു സ്പേസ് എടുക്കുന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇതുവരെ ഒന്നും എടുത്തിട്ടില്ല. നമുക്ക് എന്തായാലും നോക്കാം. എന്തായാലും നമുക്ക് ഈ വണ്ടിയായിട്ട് അകത്തോട്ട് കയറാം. മിക്കവാറും ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഈ വണ്ടി ആയിരിക്കും. ഈ വണ്ടി ഇവിടെ നൈസായിട്ട് നമ്മൾ പാർക്ക് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും വണ്ടി ആയിരിക്കും എടുക്കാൻ പോണത്.
ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ എത്തിയാണ്. നമുക്ക് നേരെ പോയി പാർക്കിങ്ങിൽ പോയി വണ്ടി ഇട്ടേക്കാം. ഇവിടെ അത്യാവശ്യം കുറച്ചധികം വണ്ടികളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഇൻ കേസ് എന്തെങ്കിലും വണ്ടി ആവശ്യം വരികയാണെങ്കിലൊക്കെ നമ്മളിലുണ്ട്, നമുക്ക് ഇവിടെ ഇടാം. ഓക്കെ, അപ്പോൾ നമ്മൾ GTR ഇവിടെ കിടന്നോട്ട് ഇവിടെ കംപ്ലീറ്റ്ലി സേഫാണ് വണ്ടി. അപ്പോൾ നമ്മൾ ബെന്നിയുടെ പുതിയ ഗറാജിലോട്ട്, പഴയ ഗറാജിലോട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബെന്നിയെ പോയി കാണും, ബിക്കോസ് നമ്മുടെ സൂപ്പർ അവിടെ പണിയാൻ കൊടുത്തേക്കുവാണ്. ഓക്കെ, അപ്പോൾ ലെസ്റ്ററിൻ്റെ അവിടെ ഒരു പുതിയ വണ്ടിയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് പഴയ മിനി കൂപ്പറാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ മിനി കൂപ്പറൊക്കെ പോയി, നമുക്ക് മേടിക്കണം വേറെ. ബിക്കോസ് അപ്പോൾ ഇത് ലെസ്റ്ററിൻ്റെ മിനി കൂപ്പറാണ്, ലെസ്റ്ററിൻ്റെ നമ്പർ പ്ലേറ്റ് ഒക്കെ ഉണ്ട് വണ്ടിയിൽ. വണ്ടി രക്ഷയിലോട്ടെ ഗൈസ്, നമ്മൾ ഈ വണ്ടി എടുക്കാൻ പറ്റുമോ നോക്കുകയെന്ന് ഗൈസ്. നമ്മൾ ലെസ്റ്ററിൻ്റെ അടുത്ത് കാര്യങ്ങൾ എന്താണെന്ന് ചോദിക്കാം. ഹലോ ലെസ്റ്റർ, അപ്പോൾ എന്താണ് പരിപാടി? അപ്പോൾ ഗൈസ് ലെസ്റ്റർ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ BE6 നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു മഹീന്ദ്രയുടെ. പക്ഷേ നമ്മൾ രാവിലെ ഡ്രൈവർ വന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ അവരുടെ ഫെസിലിറ്റിയിലോട്ട് എത്തിയിട്ടില്ല എന്നാണ് ലെസ്റ്റർ പറഞ്ഞ ഇൻഫർമേഷൻ. അതെന്താണ് എനിക്ക് മനസ്സിലാവുള്ളൂ, അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം. ബിക്കോസ് ഒരാഴ്ചത്തെ മുകളിലായി അത് ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ട്, ഇതുവരെ അവർ ആ സ്ഥലത്ത് എത്തിയിട്ടില്ലെന്നാണ് ലെസ്റ്റർ പറഞ്ഞത് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കണം, അതിൻ്റെ കാര്യമൊക്കെ ഡിസ്കസ് ചെയ്യും. പക്ഷേ ഇവിടെ ഇപ്പോൾ ഫെസിലിറ്റീസിലൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല. അപ്പോൾ വേറൊരു സീക്രട്ട് സ്പേസ് എടുത്തിട്ടുണ്ടെന്നാണ് ലെസ്റ്റർ പറഞ്ഞത്. അത് മെയിൻ സിറ്റിയിൽ തന്നെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഈ ഫെസിലിറ്റി ഉണ്ടാവും, ഇവിടെ നമ്മുടെ മെയിൻ ഓപ്പറേഷൻസ് ഒക്കെ ഇവിടെ നടക്കും. പക്ഷേ ചെറിയ ട്രാക്കിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ നടത്തും. ബിക്കോസ് അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് നടത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരെണ്ണം പോയി കഴിഞ്ഞാൽ രണ്ടും പോയ അവസ്ഥയാവും. അപ്പോൾ ലെസ്റ്റർ പറഞ്ഞാൽ നമുക്ക് നേരെ മിനി കൂപ്പർ എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞു. ലെസ്റ്റർ പുതിയതായിട്ട് മേടിച്ചാണ് ആക്ച്വലി. നമ്മുടെ ഒരു സെയിം ടൈപ്പ് ഉണ്ടായിരുന്നു, റെഡും വൈറ്റൊക്കെ ആയിട്ട്. ഇത് ജസ്റ്റ് ഓറഞ്ചും ബ്ലാക്കും ഒക്കെയാണ്. അപ്പോൾ ലെസ്റ്റർ നമുക്ക് നൈസായിട്ട് പോയാലോ എന്നാൽ. ലെസ്റ്റർ, ഞാൻ എന്തായാലും വണ്ടി എടുക്കാം, വന്ന് കയറിക്കോ. ലാംബർ വന്നില്ല എന്ന് തോന്നുന്നു. പുള്ളി അവിടെ ഒറ്റയ്ക്ക് ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഒത്തിരി നാളായിട്ട് നമ്മൾ ഈ വണ്ടി ഇറക്കിയിട്ട്. ഇത് ആക്ച്വലി നമ്മുടെ അല്ല ഇപ്പോഴും. എക്സോസ്റ്റ് രക്ഷയില്ല ടൈസ്. നമുക്ക് കാര്യം ചെയ്യാം, നമുക്ക് നേരെ ബെന്നിയുടെ വർക്ക്ഷോപ്പിൽ പോവാം. ബെന്നിയുടെ വർക്ക്ഷോപ്പിൽ പോയിട്ട് വണ്ടിയുടെ അവസ്ഥ എന്തായാലും നോക്കണം. നമ്മുടെ സൂപ്പർ അവിടെ പണിയാൻ കൊടുത്തേക്കായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടാവണം എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ വണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അറിയാം ഗൈസ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഉടനെ ഒരെണ്ണം മേടിക്കണം. പക്ഷേ ഇത് ലെസ്റ്ററിൻ്റെ വണ്ടിയാണ്, അതുകൊണ്ട് നമുക്ക് അധികം ഉപയോഗിക്കാനും പറ്റില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കട്ടെ ഈ വണ്ടി. കുറേ നാളായി നമ്മൾ ഈ വണ്ടി എടുത്ത് ഓടിച്ചിട്ട്. ശബ്ദം ഇതൊക്കെ വേറെ സെറ്റപ്പായിട്ടുണ്ട് കേട്ടോ ഗൈസ്, ഒരു രക്ഷയില്ല. ആ പവറും എല്ലാം അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇതുപോലെ തന്നെ ഒരെണ്ണം, പഴയതുപോലെ തന്നെ ഒരെണ്ണം മേടിക്കണം. എല്ലാം നമ്മുടെ കത്തിപ്പോയി, അല്ലെങ്കിൽ നമ്മുടെ ഉണ്ടാവേണ്ടതായിരുന്നു. അപ്പം ഗൈസ് നമുക്ക് ഒട്ടും വൈകിട്ട് നേരെ നമുക്ക് ബെന്നിയുടെ വർക്ക്ഷോപ്പിൻ്റെ അങ്ങോട്ടേക്ക് പോയേക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ബെന്നിയുടെ വർക്ക്ഷോപ്പിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് ഗൈസ്. നമ്മുടെ സൂപ്പറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഉറപ്പൊന്നുമില്ല, അവിടെ ചെന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഗൈസ് അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ബെന്നിയുടെ ഗറാജ്. നമുക്ക് നൈസായിട്ട് അതിൻ്റെ അകത്തോട്ട് കയറാം. നമുക്ക് വണ്ടി ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം. ഇവിടെ നമ്മുടെ ആൾക്കാരാണ് ഫുള്ള് ഗാർഡ് ചെയ്യണത് ഗൈസ്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വണ്ടി ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ടേക്കാം. ഓക്കെ, വണ്ടി ഇവിടെ കിടക്കട്ടെ. ജസ്റ്റ് പോയി നോക്കിയിട്ട് വരാം എന്തൊക്കെ പരിപാടികൾ പുള്ളി ചെയ്ത് വെച്ചേക്കണത്. ബിക്കോസ് നമ്മുടെ വണ്ടി ഉടനെ തന്നെ കിട്ടണം എന്നാണ് പുള്ളിയുടെ അടുത്ത് പറഞ്ഞത്. ബിക്കോസ് അതാണ് നമ്മൾ കൊടുക്കുന്ന ഫസ്റ്റ് പ്രോജക്റ്റ്. ബെന്നിനെ ആക്ച്വലി നമ്മൾ വെറുതെ വിട്ടിട്ടൊന്നുമില്ല, ഈ ഗാർഡ്സിനോട് നിർത്തിയേക്കുന്നത്. ബെന്നി എന്തെങ്കിലും കാണിക്കണേ ബെല്ലിനെയും കൂടി കൊല്ലാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അവിടെ നമ്മുടെ വണ്ടിയിൽ പുകയൊക്കെ വന്നിട്ട് ഇയാൾ എന്ത് കാണിച്ച് വെച്ചേക്കണത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വണ്ടി കൊടുത്ത വണ്ടി ഫുള്ള് ഇല്ലാണ്ടായിട്ടുള്ള രീതിയിലാണ് കൊടുത്തത്. ഇത് ഭേദമൊക്കെ ആയിട്ടുണ്ട്. ഇതിപ്പോൾ 4 വീലും വണ്ടിയുടെ ഇൻറ്റീരിയറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോറ് വെച്ചിട്ടില്ല, ബാക്കിയെല്ലാം പുള്ളി സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എഞ്ചിൻ എന്തോ ഇപ്പോഴും പ്രശ്നമുണ്ടെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. ഗൈസ് ഇവിടെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, ജോലി എടുക്കാൻ ആളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഇത് ആക്ച്വലി ലെസ്റ്ററിൻ്റെ പഴയൊരു വണ്ടിയാണ്. ഇത് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ. ഇത് നിസാൻ GTR R32 ആണെന്ന് തോന്നുന്നു. നമുക്ക് ഇതിൽ ബെന്നിയുടെ സംസാരിച്ച് നോക്കാം, എത്ര ദിവസവും കൂടി എടുക്കുമെന്ന് നോക്കാം ഈ പണി. ബിക്കോസ് പണി കണ്ടിട്ട് വണ്ടി ഇത്തിരി പണിയാണെന്ന് തോന്നാം. ബെന്നി എന്തൊക്കെയുണ്ട് പരിപാടി? ഗൈസ് ബെന്നി പറഞ്ഞ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തേക്ക് എന്തായാലും വണ്ടി റെഡിയാവും. കുറച്ചും കൂടി സാധനങ്ങൾ കിട്ടാനുള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സ്പാർക്ക് പ്ലഗ് എന്തോ മാറ്റാനുണ്ട്. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്ക് കഴിഞ്ഞു എന്നാണ് ബെന്നി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെ ചെയ്യാനുണ്ട്. ബിക്കോസ് നമ്മുടെ മറ്റേ വണ്ടി എവിടെ പോയി എന്നുള്ളൊരു ഡീറ്റെയിൽസ് നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല ഗൈസ്. നമ്മുടെ BE6 എവിടെ പോയിട്ടുണ്ടോന്ന്. അപ്പോൾ അതെന്തായാലും പോയി തപ്പി പിടിക്കണം ഗൈസ്. അപ്പോൾ ലെസ്റ്റർ ഓക്കെ, നമുക്ക് എന്തായാലും ആ ലെസ്റ്ററിൻ്റെ പുതിയൊരു ഹൈഡ് ഔട്ട് പുള്ളി സിറ്റിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരെ അങ്ങോട്ട് പോവുക. അവിടെയാണ് നമ്മുടെ പുതിയ ഹാക്കർ ഇരിക്കുന്നത്. പുള്ളിയാണ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യണം ഗൈസ്. നമ്മൾ കഴിഞ്ഞ ദിവസം പോലീസിൻ്റെ നിന്ന് രക്ഷപ്പെടുത്തിയവനാണ് ഇനി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് കണ്ടുപിടിക്കാൻ. അപ്പോൾ പുള്ളിയുടെ ഓഫീസിൽ പോയിട്ട് കാര്യം എന്താണെന്ന് നോക്കാം. ഗൈസ് ഇവിടെ അടുത്ത് തന്നെയാണ്, വലിയ ദൂരമൊന്നുമില്ല. ഈ വണ്ടി രക്ഷയില്ല എനിക്ക് ഗൈസ്. ഈ നമ്മുടെ മിനി കൂപ്പർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒത്തിരി നാളെ നമ്മൾ ഈ മിനി കൂപ്പറൊക്കെ ഓടിച്ചിട്ട് അതിൻ്റെ ഒരു ഫീലൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഒട്ടും വഹിക്കേണ്ട നേരെ ആ സീക്രട്ട് ലൊക്കേഷനിലോട്ട് പോയേക്കാം.
അപ്പോൾ ഗൈസ് നമ്മൾ ഓൾമോസ്റ്റ് ലെസ്റ്റർ പറഞ്ഞ ലൊക്കേഷനോട് എത്താറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ ഏതോ ഒരു ബിൽഡിങ്ങിലാണെന്നാണ് ലെസ്റ്റർ പറഞ്ഞത് കേട്ടോ ഗൈസ്. പക്ഷെ നമുക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല, ഇവിടെ ഒത്തിരി ബിൽഡിങ്സ് ഉണ്ട്. ലെസ്റ്റർ പറഞ്ഞ് ഇവിടെ ഏതൊരു ബിൽഡിങ്ങാണ്, പുള്ളിക്കും വലിയ ഐഡിയ ഇല്ലെന്നാണ് പറഞ്ഞത്. പുള്ളി ഇതുവരെ വന്നിട്ടില്ല, ബിക്കോസ് ആ ഏജൻറ്റാണ് ഇപ്പോൾ അവിടെ നോക്കുന്നത് കാര്യങ്ങളൊക്കെ. ഇതെല്ലാം സെറ്റ് ചെയ്തത് ഡെവിൻ വെസ്റ്ററാണ്. അപ്പോൾ ലെസ്റ്ററും ആദ്യമായിട്ടാണ് നമ്മളിവിടെ വരുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ഓക്കെ ഗൈസ്, എനിക്ക് തോന്നുന്നു അതിലോട്ടാണോ ഒരു സംശയമുണ്ട്. അവിടെ ഒരു ഗറാജ് ഉണ്ടല്ലോ, മിക്കവാറും ചിലപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കൂടെ ആയിരിക്കും എൻട്രി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കൂടെ അല്ല, അതിൻ്റെ അപ്പുറത്ത് ഒരു ഗറാജ് എൻട്രി കൂടി കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് ഉറപ്പില്ല, നമുക്ക് എന്തെങ്കിലും കയറി നോക്കാമെന്നേ പറയാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് ഓടിച്ച് നോക്കാം. ഓക്കെ ഗൈസ്, വണ്ടി ഇവിടെ ഇട്ടാൻ പറ്റില്ലല്ലോ ഗൈസ്. ഇവിടെയോ അല്ല കേട്ടോ ഗൈസ്, എനിക്ക് തോന്നുന്നു നമ്മൾ കറങ്ങി തന്നെ പോകണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അപ്പോൾ ഈ ബിൽഡിങ്ങിൽ എവിടെയാണെന്നാണ് നമുക്കിവിടെ ഇൻഫർമേഷൻ, പക്ഷേ എവിടെയാണെന്ന് കറക്റ്റ് പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒരു ഹിഡൻ സ്പോട്ടാണ്, നമുക്കിങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും പാടാണെന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ എൻ്റെ അകത്ത് ഒരു പാർക്ക് ചെയ്തേക്കാം ഗൈസ്. അപ്പോൾ അവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്, നമുക്ക് എന്തായാലും ആ വണ്ടിയുടെ കുറച്ച് അപ്പുറത്ത് മാറി ഇവിടെ പാർക്ക് ചെയ്യുക. നരേക്ക് പാർക്ക് ചെയ്യാനും പറ്റിയില്ലല്ലോ കേസ്. നമുക്കെന്തായാലും വണ്ടി വിട്ടേക്കാം, കുഴപ്പമൊന്നുമില്ല. ഈ മിനി കൂപ്പർ ആയതുകൊണ്ട് എങ്ങോട്ടും എവിടെയും നമുക്കിങ്ങനെ തിക്കി തുടങ്ങി പോകാൻ പറ്റും, അതാണ് അതിൻ്റെ ഒരു ഗുണം ഗൈസ്. നമുക്ക് ഈ വണ്ടി ജസ്റ്റ് ചെക്ക് ചെയ്തേ ഗൈസ്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഹാക്ഡ് എന്നാണ് കാണിച്ചത്. എനിക്ക് തോന്നുന്നു ഇതാണ് മറ്റേ ഹാക്കറിൻ്റെ വണ്ടി എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ജസ്റ്റ് എക്സ്പ്ലോർ, എനിക്ക് തോന്നുന്നു ആ ഡോറ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തേക്കാം, ഇങ്ങനത്തെ ഒരു ഡോറായിരിക്കും ഗൈസ്. ഇപ്പോൾ ഇതല്ല ഗൈസ്, എനിക്ക് തോന്നുന്നു അത്താണെന്ന് തോന്നിട്ട് നേരെ ആ പോയിൻ്റ് ഔട്ട് ചെയ്തേക്കുന്നതാണെന്ന് തോന്നുന്നു. നമുക്ക് ലെസ്റ്റർ നമുക്ക് എന്തായാലും പോയി നോക്കിയിട്ട് വരാം. ലെസ്റ്റർ വന്നുണ്ടോ? ലെസ്റ്റർ വന്നുണ്ട്, സീനില്ല. ബിക്കോസ് നമുക്കെന്താ നമ്മുടെ വണ്ടി എവിടെ പോയി ഇനി ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ഈ പുള്ളീനെ കണ്ടുമുട്ടിയേ പറ്റൂ. ബിക്കോസ് നമ്മുടെ അവിടെ ഇരുന്ന് പുള്ളിക്ക് ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് ഡെവിൻ വെസ്റ്റിന് വേറൊരു സ്ഥലം സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് ബിക്കോസ്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ സ്ഥലം. ഇവിടെ ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും കയറി നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് തന്നെയായിട്ട് സ്പോട്ട്. നമുക്ക് എന്തായാലും താഴോട്ട് പോവാം. എൻ്റെ മോൻ ഇവിടെ ഫുള്ള് ഒരു അണ്ടർഗ്രൗണ്ട് സെറ്റപ്പ് ഒക്കെയാണ് ചെയ്ത് വെച്ചേക്കുന്നത്. എന്തായാലും കൊള്ളാം, എന്തായാലും കൊള്ളാം. ഓക്കെ ഗൈസ്, പുള്ളി അവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് ലെസ്റ്റർ മന്നുണ്ട്. ലെസ്റ്റർ നമുക്ക് എന്തായാലും പോയി കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക എന്തൊക്കെയാണെന്ന്. ഹലോ സാർ, അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? ഓക്കെ ഗൈസ്, അപ്പോൾ ലെസ്റ്ററും ഈ പുള്ളിയും ഈ ഏജൻറ്റും പറഞ്ഞ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോഴും കറക്റ്റ് ഡേറ്റ കിട്ടിയിട്ടില്ല വണ്ടി എവിടെ പോയെന്ന്. വണ്ടി ആക്ച്വലി പലീറ്റോ ബേ നോക്കിയാണ് പോയത്, പക്ഷേ ഇടയ്ക്ക് വെച്ച് അവരുടെ ട്രാക്കർ മിസ്സായി എന്നാണ് പുള്ളി പറയപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോയെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ പുള്ളി ഒന്നും കൂടി ക്യാമറയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഈ ഡേയുടെ എൻഡിലേക്ക് എന്തായാലും പറയാമെന്ന് പറഞ്ഞു. ആ സമയം കൊണ്ട് ഈ ട്രക്ക് തന്നു വിട്ട ഒരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൻ്റെ അവിടെ പോയി ജസ്റ്റ് അന്വേഷിക്കുക അവരെവിടെ പോയെന്ന്. എന്നാലും നമുക്ക് കറക്റ്റ് ഡേറ്റാസ് കിട്ടത്തുള്ളൂ എന്നാണ് ലെസ്റ്റർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം. ട്രെവറിനെ എന്തായാലും ലെസ്റ്റർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രെവർ ഇപ്പോൾ മിക്കവാറും പുറത്ത് വന്നിട്ടുണ്ടാകും. അപ്പോൾ ട്രെവറിനെയും കൂട്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ട്രെവറിനെയും കൂട്ടിയിട്ട് ആ ലൊക്കേഷനിൽ പോയി സെർച്ച് ചെയ്യുക. അവിടെ കുറേ ടോ ട്രക്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നൊരു സ്ഥലമാണ്. അവിടെ പോയി കാര്യങ്ങൾ സെർച്ച് ചെയ്യുക എവിടെ പോയിന്ന്. ബിക്കോസ് നമുക്ക് നമ്മുടെ വണ്ടി എങ്ങനെയെങ്കിലും തിരിച്ച് കിട്ടിയാൽ നമുക്ക് ശരിയാവത്തുള്ളൂ, അല്ലെങ്കിൽ കാര്യമില്ല. അപ്പോൾ നമുക്ക് ഒട്ടും വൈക്കണം, നേരെ പുറത്തോട്ട് പോകാം. ലെസ്റ്റർ ഇപ്പോൾ നമ്മുടെ കയ്യിൽ വേറെ വണ്ടിയില്ല, ലെസ്റ്ററിൻ്റെ വണ്ടിയായിട്ട് വന്നത്. ആ മിക്കവാറും ട്രെവർ മസ്റ്റാങ്ക് ആയിട്ട് വന്നിട്ടുണ്ടാവും എന്നാണ് ഒരു പ്രതീക്ഷ. നമുക്ക് എന്തായാലും മുകളിലോട്ട് പോയി നോക്കാം. എന്തായാലും ഈ ഒരു സെറ്റപ്പ് കൊള്ളാട്ടെ ഗൈസ്. ഇത് എന്തായാലും ആരും പിടിക്കാനൊന്നും പോകണില്ല. നമുക്ക് എന്തായാലും മുകളിലോട്ട് പോകാം. മുകളിൽ പോയിട്ട് നമുക്ക് ട്രെവറിനെ വെയിറ്റ് ചെയ്യാം. ട്രെവർ എന്താ ചെയ്യാൻ പോകണം നമുക്ക് നോക്കാം ഗൈസ്. ഗൈസ് നമുക്ക് നൈസ് എടുത്ത് ആവോട്ട് ഇറങ്ങാം. ട്രെവർ മിക്കവാറും വന്നിട്ടുണ്ടോ നമുക്ക് ജസ്റ്റ് പോയി നോക്കാം കേട്ടോ ഗൈസ്. ഓക്കെ സാർ, അപ്പോൾ ട്രെവർ എത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ വേറെ വണ്ടിയൊന്നുമില്ല, അതുകൊണ്ടാണ് ട്രെവറെ നമ്മൾ വിളിച്ച് വരുത്തിയത്. ബിക്കോസ് അത് ലെസ്റ്ററിൻ്റെ വണ്ടി, ഇത് ഹാക്കറിൻ്റെ. അവർക്ക് രണ്ടുപേർക്കും പുറത്ത് പോകണമെങ്കിൽ അവർക്ക് വണ്ടി വേണം. ആക്ച്വലി നമുക്ക് വണ്ടികളൊന്നും ഇല്ല ഗൈസ്. നമുക്കിപ്പോൾ ആ കൂടി നമ്മുടെ സുപ്ര പണിയിലാണ്, നമ്മുടെ GTR മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ബൈക്കും കൂടി ഉണ്ട്. പിന്നെ പോളോ നമ്മുടെ വേറൊരു ഗറാജിൽ കിടക്കുവാണ്. അത്ര വണ്ടികളുള്ളൂ. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യത്തിന് ഇപ്പോൾ വണ്ടികളൊക്കെ വളരെ കുറവാണ്. ഒരു കാര്യം ട്രെവർ നമുക്കൊന്ന് പോയാലോ ഗൈസ്. ട്രെവർ പറഞ്ഞാൽ നമുക്ക് എന്തായാലും പോവാമെന്ന്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു വണ്ടിയും കൂടി പിക്ക് ചെയ്യാനുണ്ടെന്നാണ് പറഞ്ഞത്. ബിക്കോസ് നമ്മുടെ കയ്യിൽ സെൽറ്റോസ് ഇറങ്ങണം. അതുപോലെ നമ്മുടെ സ്കോർപ്പിയോ മഹീന്ദ്രയുടെ എല്ലാ വണ്ടികളും നമ്മൾ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ഗൈസ്. അപ്പോൾ ഇന്ത്യൻ കാർ ലിസ്റ്റിൽ ഓരോ കമ്പനികളും നമ്മൾ കവർ ചെയ്ത് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത മഹീന്ദ്രയാണ്. അപ്പോൾ ആ വണ്ടിയും പിക്ക് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം. അതും ഒരു ചെറിയ ഷിപ്മെൻ്റാണ്, നമ്മുടെ അല്ല. അത് നമുക്ക് ട്രാക്ക് ചെയ്ത് എടുക്കണം ഗൈസ്. അപ്പോൾ അതാണ് ഇന്ന് വേറൊരു പരിപാടിയും കൂടി. പിന്നെ ഫുൾ പരിപാടികളാണ്. നമുക്ക് എന്തായാലും നമ്മുടെ ആ ലൊക്കേഷനിൽ പോയി ആ ടോ ട്രക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചേക്കാം. ബിക്കോസ് ആ വണ്ടി എവിടെ പോയി നമുക്ക് ഒരു പിടിയില്ല. ആ വണ്ടി കൂടി കിട്ടിയാലാണ് മഹീന്ദ്രയുടെ എല്ലാ വണ്ടികളും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഗൈസ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളത്. ഇത്തിരി ലോങ് വീഡിയോസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും വയ്ക്കേണ്ട, നേരെ ആ ലൊക്കേഷനിലോട്ട് പോയേക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ആ ലൊക്കേഷൻ്റെ ഇവിടെ എത്താറുണ്ട് ഗൈസ്. അപ്പോൾ ഈ ലൊക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് മറ്റേ ടോ ട്രക്കിൻ്റെ കമ്പനി ഉള്ളത്. ഇവിടെ നിന്നാണ് ആ ടോ ട്രക്കാരൻ വന്ന് നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നത്. ലെസ്റ്റർ അറേഞ്ച് ചെയ്തതാണ്, പക്ഷേ
ഇവിടുന്ന് ആരെങ്കിലും റാൻഡമായിട്ട് ആരെങ്കിലും ആയിരിക്കും വന്നിട്ടുണ്ടാവുക. പക്ഷേ ആരാണെന്ന് എന്താണെന്ന് നമുക്കൊന്നും അറിയില്ല. പക്ഷേ ഇവിടെ ചെന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ടിപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും പോയി നോക്കി നോക്കാം. ഇത് ഇത്തിരി നൊട്ടോറിയസ് ഏരിയ ആണ്. ഇവിടെയാണ് കുറേ ഷിപ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെയും പല ആൾക്കാരുടെയും വരാറുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ടോട്ടർ കമ്പനി ഉള്ളത്. അപ്പോൾ നമുക്ക് നേരെ താഴോട്ട് പോവാം. ഇങ്ങോട്ടാണ് ഇപ്പോൾ മാപ്പ് കാണിക്കുന്നത് ഗൈസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ ഏതൊരു വെയർ ഹൗസിലാണ് ഈ ടോട്ടറൊക്കെ ഉള്ളത്. ബിക്കോസ് നമ്മുടെ വണ്ടി എന്തായാലും നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടില്ല. അതിൻ്റെ അർത്ഥം ടോട്ടറൊക്കെ വേറെ എങ്ങോട്ടോ പോയെന്ന് തന്നെയാണ്. പക്ഷേ ഇവിടെ ഒന്നും കാണുന്നില്ല. ഓക്കെ ഗൈസ്, അവിടെ ടോട്ടറൊക്കെ കിടക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇത് തന്നെ സ്ഥലം. നമുക്ക് എന്തായാലും വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് ആരോടെങ്കിലും വന്ന് ചോദിക്കാം. വണ്ടി ഓക്കെ, വണ്ടി ഇവിടെ ഇടാം. വണ്ടി എന്തായാലും ഇവിടെ പാർക്ക് ചെയ്തിട്ടേക്കാം. ഒത്തിരി പേരുണ്ട്. എല്ലാവരും വണ്ടിയുടെ ഓരോരോ പണികളൊക്കെ ആയിട്ട് നിൽക്കുവാണെന്ന് തോന്നണേ. നമുക്ക് എന്തായാലും പോയി നോക്കാം ഗൈസ്. പക്ഷെ അവരെ അടിയും മുടിയൊന്നും ഉണ്ടാക്കാൻ നിൽക്കുക. നമുക്ക് ആദ്യം പോയി സംസാരിച്ചിട്ട് കാര്യങ്ങൾ നോക്കാം. കേസിട്ട് വണ്ടിപ്പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. വണ്ടിക്ക് കംപ്ലൈൻറ്റും ക്ലീനിങ്ങും മെക്കാനിക് പണികളൊക്കെ ഇവിടെ തന്നെയാണ് ഇവർ നടത്തുന്നത്. അതുകൊണ്ടാണ് ജസ്റ്റ് ആ പുള്ളിയുടെ അടുത്ത് പോയി സംസാരിക്കുക. ഇത് ഇവിടെ വേറെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എന്നിട്ട് ഈ പുള്ളിയോട് സംസാരിക്കാം. ഹലോ. അപ്പോൾ കഴിച്ച പുള്ളി എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് വലിയ ഐഡിയ ഇല്ലെന്നാണ് പറഞ്ഞത്. പുള്ളി ഇപ്പോൾ ന്യൂ ജോയിനിയാണ്. ജസ്റ്റ് അകത്തൊരു മാനേജർ ഉണ്ടാവും എന്ന് പറഞ്ഞു. പുള്ളിയുടെ അടുത്ത് പോയി ചോദിച്ചാൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അത്ര പുള്ളി പറഞ്ഞു. നമുക്ക് എന്തെങ്കിലും അകത്തോട്ട് പോയി ചോദിക്കുക. അവിടെ മാസ്ക് വെച്ച് ആരോ നിൽക്കുന്നുണ്ടെന്നാണ് പുള്ളി പറഞ്ഞു കേട്ടോ. അവരെ ഒരു കാര്യം ചെയ്യുക, എവിടെയെങ്കിലും അടങ്ങി നിൽക്കും, പ്രശ്നം ഉണ്ടാക്കല്ലേ. ഇനി ഇവന്മാരെ നടി മേടിക്കാനുള്ള പുറപ്പാടാണ്. ഇവിടെ വണ്ടികളൊക്കെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു ഗൈസ്. ഇങ്ങനത്തെ ഒരു ട്രക്ക് തന്നെയാണ് വന്ന് എടുത്തുകൊണ്ട് പോയത്. ഓക്കെ, നമുക്ക് എന്താ അതാണെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. ആ മാസ്ക് വെച്ച പുള്ളി ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം എന്താ കാര്യം. ഹലോ. അപ്പോൾ ഗൈസ് പുള്ളി എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ പുള്ളിക്ക് ഒരു ഐഡിയ ഇല്ല. നമ്മുടെ അടുത്ത് ഇവിടെ പെട്ടെന്ന് പോയിക്കോളാൻ പറഞ്ഞു. ഇവിടെ അതിന് നിൽക്കണ്ട. നമ്മുടെ അടുത്ത് ഭയങ്കര റൂഡായിട്ടാണ് കയ്യിൽ സംസാരിച്ചത്. ഒന്നും പറയണില്ല, വിട്ട് പറയണില്ല. എന്തോ കാര്യമുള്ള പോലെയാണ് പുള്ളി സംസാരിക്കുന്നത്. പക്ഷെ എന്താണെന്ന് കറക്റ്റ് പറയുന്നൊന്നുമില്ല പുള്ളി. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് പറഞ്ഞൂടെ, എല്ലാവരുടെയും കയ്യിൽ ഓരോ വെപ്പൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വെപ്പൻസ് മാത്രമല്ല, അത് ഈ പുള്ളിയുടെ കയ്യിലൊക്കെ തോക്കൊക്കെ ഇരിക്കുന്നുണ്ട്. ഈ പുള്ളിയുടെ തോക്കൊക്കെ ഇരിക്കുന്നുണ്ട്. ഇയാളെന്താ താഴോട്ട് പോയത്? ഒരുത്തന്നെ താഴോട്ടൊക്കെ പോകണ്ട ഗൈസ്. നമുക്ക് എന്തായാലും വണ്ടി എടുത്തിട്ട് ഇവിടെ നിന്ന് മാറിയിക്കുക. ഇവിടുന്ന് പോയിക്കോളാനാണ് പറഞ്ഞു. ഇവിടുന്ന് ആദ്യം നിൽക്കണ്ടെന്നാണ് പറഞ്ഞിട്ട് ഗൈസ്. അപ്പോൾ ഇവിടെ എന്തോ ഉണ്ട്. പക്ഷെ നമുക്ക് ഡയറക്റ്റ് കയറി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്. ബിക്കോസ് ഇവരുടെ പുറകെ ആരാ പ്രവർത്തിക്കണേ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല. നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാം. ഈ ഫെസിലിറ്റിയുടെ ബാക്കിലോട്ടൊന്ന് പോയി നോക്കാം. എന്തായാലും ഇവിടുന്ന് പ്രത്യേകിച്ച് ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. ബിക്കോസ് ഇവന്മാരൊന്നും വിട്ട് പറയാനുള്ള ഗൈസ് എന്ന് വെച്ചാൽ എന്തൊക്കെയോ ഉണ്ട്. പക്ഷെ എന്താണെന്ന് കറക്റ്റ് പറയണമില്ല. ഓ, കലക്കൻ ഡ്രിഫ്റ്റായിരുന്നു എന്ത് പറഞ്ഞാലും. ഓക്കെ, നമുക്ക് എന്തായാലും ഈ വഴി ഒന്ന് കയറി നോക്കാം ഗൈസ്. ഇവിടെ 2-3 ആൾക്കാർ നിൽക്കണ്ടിട്ട് ഗൈസ്. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ 2-3 ആൾക്കാരും ജസ്റ്റ് അവിടെ ഗാർഡ് ചെയ്ത് നിൽക്കണ പോലെ ഉള്ളൂ കേട്ടോ. എനിക്ക് വേണം നമ്മൾ മിക്കവാറും അറ്റാക്ക് ചെയ്യേണ്ട വരും. അല്ലാണ്ട് ഇവിടെ വഴി ഉണ്ടെന്ന് ഞാൻ തോന്നല്ല ഗൈസ്. നമുക്ക് എന്തായാലും അമ്മാതിരി പിച്ചാതിയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അതുകൊണ്ട് വലിയ സീൻ ഉണ്ടാവില്ല. മിക്കവാറും നമുക്ക് തീർക്കാൻ പറ്റും. നമുക്ക് എന്തായാലും ട്രെവറിൻ്റെ അടുത്ത് പോയി നമുക്കൊരു പിച്ചാത്തി എൻ്റെ അടുത്തുകൊണ്ട് പോവാം. വേറെ ഒന്നും വേണ്ട. ബിക്കോസ് അവന്മാരിൽ അത് തന്നെ ഉള്ളത്. ഓക്കെ, ബിക്കോസ് നമുക്ക് എന്താ കാര്യം എന്ന് അറിയണം. നമ്മുടെ വണ്ടിയാണ് പോയേക്കണത്. ബിക്കോസ് അത് ആ വണ്ടിയാണ് നമ്മുടെ ഷോറൂം തുറക്കാനുള്ള മെയിൻ സാധനം. അപ്പം അത് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതിന് മുമ്പിൽ കുറച്ച് പേര് നിൽക്കണമല്ലോ. നമുക്ക് ജസ്റ്റ് കാര്യം ചെയ്യാം. നമുക്ക് ഇവിടെ നിന്ന് അറ്റാക്ക് ചെയ്യണോ? ഇവിടെ നിന്ന് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുമ്പിൽ നിന്ന് എല്ലാം കൂടി വരും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേറെ നേരെ കളയിൽ നിന്ന് ചാടാന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു കാര്യം ചെയ്യാം. മുമ്പിൽ 3 പേര് അവിടെ സിഗരറ്റൊക്കെ വലിച്ചിട്ടുണ്ട്. അവന്മാരുടെ അടുത്ത് പോയി ചോദിച്ചു നോക്കാം എന്താ സംഭവം. അവന്മാരെന്തെങ്കിലും പിച്ചാത്തിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവന്മാർ മിക്കവാറും എന്തെങ്കിലുമൊക്കെ ചെയ്യും. നമുക്ക് എന്തായാലും നോക്കാം. ഇവിടെ എന്തായാലും നിർത്തിയിട്ടേ ഗൈസ്. നമുക്ക് അവരുടെ അടുത്ത് പോയി പിച്ചാത്തി എന്തെങ്കിലും എടുത്തേക്കാം. ഇനിയിപ്പോൾ എന്തായാലും പ്രശ്നമാവുകയാണെങ്കിൽ ആവും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ പരിപാടിയൊന്നുമില്ല. കറക്റ്റ് ഒരു പിച്ചാത്തി ഇല്ലേ നമ്മുടെ? ഓക്കെ, നമുക്ക് എന്തായാലും പോയി സംസാരിക്കാം. മിക്കവാറും ഇവിടെ കുത്തിക്കൊല്ല് കാര്യങ്ങളൊക്കെ നടക്കേണ്ടതാണ്. നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം. കണ്ട അവന്മാർ വെറുതെ പിടിച്ചറിയണ്ട. ഞാൻ ഒന്നും ചെയ്തില്ല. ഇവന്മാരുടെ അടുത്ത് കേട്ടോ അല്ലാതെങ്കിലും തോക്കുണ്ടായിരുന്നു. എല്ലാവരും ഓരോ പണി ചെയ്ത് നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നി. ഓക്കെ, എല്ലാവരും പിസ്റ്റളൊക്കെ ഇട്ടാണ് അടിക്കണേ. ഓക്കെ, അവനടിച്ചിട്ടുണ്ട്.
ട്രവറെ ഒന്ന് നോക്കണ്ട, അല്ലാതെ അടിച്ചിട്ടോ. ഓക്കെ, റീലോഡ് അടിക്കണം, അല്ലെങ്കിൽ പ്രസ്. ഓക്കെ സമയം തീർന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ റിവോൾവർ വെച്ച് അടിച്ചാൽ പോകണമെന്ന് വെച്ചാൽ ഒറ്റയടിക്കെല്ലാം തീരുണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ, അവനെ അടിച്ചിട്ടുണ്ട്. ഇവന്മാർ ഓൾറെഡി എന്തോ പ്ലാൻ ഉണ്ട് കേട്ടോ. ഇവന്മാർ പുറകെ ആരോ പ്രവർത്തിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവർക്ക് ഇത്ര ധൈര്യവും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഞാൻ ഓടിപ്പോയി ഇരിക്കണത്. ഇവിടെ ഫുള്ള് ആൾക്കാരെ ഇവിടെ കൂടിയിട്ടുണ്ട് കേട്ടോ. ഈ പാട്ട് നോക്കുമ്പോൾ ചൂട് വെച്ചൊന്നും തീരില്ല. ഓ, ഇത് കൊള്ളാം. ഓക്കെ, ഇത് കൊള്ളാം. അല്ലാതിന് ഒറ്റ ഷോട്ട് തീർക്കണേ. ഓക്കെ, മാറി അടിക്കാല്ലേ. ഓ, തോന്നി ചത്തില്ല. എൻ്റെ മോൻ, ഇവിടെ ഫുള്ള് ട്രവറെ ഇങ്ങനെ വെറുതെ എങ്ങനെ ശരിയാവും? നമുക്ക് നല്ല ഓക്കെ ഇവിടെ ഫുള്ള് ആൾക്കാരാണ്. ട്രവറെ കയറി അടിക്കും. ട്രവറെ അടിച്ച് ഒന്നും നോക്കണ്ട, അല്ലെങ്കിൽ തീരത്തില്ല. നമുക്ക് ഈ ടോമി ഗൺ വെച്ച് അടിക്കാം. ഇവർക്ക് എവിടെ നിന്നാണ് വന്നത്? ഓക്കെ, എന്തൊക്കെയോ ഇവിടെ ഉണ്ട്. നമുക്ക് ഒരു ഇൻഫർമേഷനും കിട്ടിയില്ല. പക്ഷേ ഇവന്മാർ എന്തിൻ്റെയോ പുറകെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ ഇനിയിപ്പോൾ ഇത് ആരെയും കൊണ്ട് അന്വേഷിക്കുന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ഐഡിയ ഇല്ല. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാത്തിനും അടിച്ചിട്ടുണ്ട് കേട്ടോ കൈസ്. ഇനി അധികം ഓക്കെ, അത് കഴിഞ്ഞു. ഓക്കെ, അവനും കഴിഞ്ഞു. എനിക്ക് വേണം ഇതിൻ്റെ അകത്ത് ആൾക്കാരുണ്ടോ? ഓ, എൻ്റെ അകത്ത് ആൾക്കാരുണ്ട് കേട്ടോ. എനിക്ക് വേണം അപ്പുറത്ത് ഇപ്പുറത്ത് ഇനി ആൾക്കാരുണ്ടാവാൻ. ഓക്കെ, അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഓക്കെ, ഇവിടെയൊക്കെ ക്ലിയർ ആണ്. പക്ഷെ ഇതാരാണ് അങ്ങനെ ഫയർ ചെയ്യണത്? ഇവനല്ല, ഇവിടെ എപ്പോഴയോ ആൾക്കാരുണ്ട് കേട്ടോ കൈസ്. ഇനിയുണ്ട്. ഓക്കെ, അവൻ ചത്ത് കിടക്കാണല്ലോ, എന്നിട്ടും അവൻ ഇങ്ങനെ ഫയർ ചെയ്യണത്. ഗൈസ് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇവന്മാരെന്തോ പരിപാടി ഉണ്ട്, നമുക്ക് എന്താണെന്ന് കറക്റ്റ് ഐഡിയ കിട്ടില്ല. എന്തായാലും ലെസൺ എടുത്ത് ഇത് എവിടെ നിന്നോ വെട്ടി വരുന്നുണ്ടല്ലോ നല്ല രീതിയിൽ. ഞാൻ പറഞ്ഞില്ല ഗൈസ്, ആരൊക്കെയോ ബാക്കിലുണ്ട്. അവരല്ലാത്തിനും നമ്മൾ അടിച്ചു തീർത്തിട്ടുണ്ട്. പക്ഷേ ഇതും ഒരു പ്രശ്നമാണ്. അവൻ ആ സൈഡിൽ കൂടെ ഓടുന്നുണ്ട് ഗൈസ്. അവിടെ എന്തോ സ്കീമുണ്ട്. നമുക്ക് എന്തായാലും വണ്ടി എടുത്ത് ആ സൈഡിലോട്ട് പോയേക്കാം. ബിക്കോസ് ഒരുത്തൻ അവിടെ ഓടണം ഞാൻ കണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അവൻ ഇവിടെ നിന്ന് കറങ്ങി അങ്ങോട്ട് പോയത്. അവിടെ ആരോ നിൽക്കുന്നുണ്ട്. അവരെ വിളിക്കാനോ എന്തിനോ വേണ്ടി അമ്മ അങ്ങോട്ട് പോയതാണ് ഗൈസ്. നമുക്ക് എന്താണെന്ന് കറക്റ്റ് അറിയത്തില്ല. ഏതൊരു തെണ്ടി വെടിവെച്ചിട്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അറ്റാക്ക് നമുക്കിനി വരാൻ കിടക്കുന്നുള്ളൂ. പക്ഷെ നമുക്ക് വേറെ വഴിയില്ല. നമുക്കെന്തായാലും ഓക്കെ, അത് തീർന്ന്. ഇവിടെ ഒരുത്തനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഓക്കെ ഗൈസ്, അത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൈസ്. റൂമൊന്നും ആരും ഇല്ലല്ലോ. ഒരുത്തൻ അങ്ങോട്ട് പോകണ്ടായിരുന്നല്ലോ. ഒരുത്തൻ അങ്ങോട്ട് പോണ പോലെ കണ്ടായിരുന്നു. ജസ്റ്റ് എൻ്റെ മോനി, അവിടെ ഒരു പടം അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. വല്ലാത്തിനും ഹെഡ് ഷോട്ട് അടിച്ചിട്ടുണ്ട്. ബിക്കോസ് നമുക്ക് വേറെ വഴിയില്ല. അപ്പോൾ എൻ്റെ ഡ്രൈവറെ മാറി അടിച്ചോ, എനിക്ക് നല്ല അടി കിട്ടും. ഒരു പട തന്നെ വരണ്ടല്ലോ കൈസ്. പണി പാളി. നമുക്കിവിടെ മോളിൽ കയറി അടിക്കാം. അയ്യോ, ഇത് നമ്മുടെ ഇടയിൽ നിൽക്കില്ല. ഇവിടെ നിന്ന് അടിക്കുക. ഓക്കെ, നമ്മൾ ഇങ്ങനെ കൗണ്ടർ ഫയർ ചെയ്യുന്ന വെച്ചാൽ കവർ ഫയർ ചെയ്താലേ കാര്യമുള്ളൂ. ഓക്കെ, അതടിച്ച്. യുവമാരെങ്ങനെ ഇവിടെ? ഓക്കെ, ആ ലൈനിൻ്റെ എല്ലാവരും വന്നതുകൊണ്ട് കറക്റ്റ് അടിച്ചിടാൻ പറ്റി. ബാക്കിൽ നിന്നോ സൈഡിൽ നിന്നോ എവിടെ നിന്നൊക്കെ ഒരു അടി വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് നമ്മുടെ ചോര നന്നായിട്ട് പോകുന്നുണ്ട്. ഈ സാധ്യത തീർന്നിട്ടുണ്ട്. അവിടെ 2 പേരും കൂടി ഉള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞ് കയറി നിന്നിരിക്കണം. ഓക്കെ, ഒരുത്തനെ പോലും വെടിവെച്ചിട്ട് ഓക്കെ, റബ്ബർ നൈസായിട്ട് എല്ലാത്തും തീർക്കുന്നുണ്ട് കേട്ടോ.
ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാത്തിനും നമ്മൾ തീർത്തിട്ടുണ്ട്. പക്ഷേ ഇനി ഇവന്മാരെക്കുറിച്ച് ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ ഭയങ്കര പാടാണ്. ബിക്കോസ് ഒരാളെ പോലും കൊല്ലാണ്ട് വിടാനും പറ്റാത്ത അവസ്ഥയാണ്. ബിക്കോസ് എല്ലാവരും നമ്മൾ ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ അവർ നമ്മളെന്തായാലും കൊല്ലും. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നം. ഇത് ഫുള്ള് ട്രബിളാണല്ലോ. പിന്നെ ആക്ച്വലി നമുക്ക് വേറെ വണ്ടി എടുക്കാൻ പോകാനുണ്ട്. എന്തായാലും ഇവിടെ തന്നെയാണ്. നമുക്ക് ആ വണ്ടി കൂടി എടുത്തിട്ട് നേരെ ലെസ്റ്ററിൻ്റെ അടുത്തോട്ട് തന്നെ പോവാം, ഹൈഡ് ഔട്ടിലോട്ട് തന്നെ പോവാം. ബിക്കോസ് ഇതൊരു പ്രശ്നമാണ് ആക്ച്വലി. വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ ആ ഷിപ്മെൻറ്റ് വന്ന സ്ഥലത്ത് വേറെ വീഡിയോ വയ്ക്കണം. ഏത് വെച്ചാൽ എവിടെ നിന്നാ വീഡിയോ വയ്ക്കുന്നുണ്ട്. ഇതേ പോണു. ഓക്കെ, അപ്പോൾ കഴിച്ച് നമ്മൾ എല്ലാത്തിനോട് തീർത്തിട്ടുണ്ട്. പക്ഷേ വണ്ടികൾ നമ്മളൊന്നും നശിപ്പിച്ചിട്ടില്ല. ബിക്കോസ് അതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പണി വേറെ എന്തെങ്കിലും രീതിയിലൊക്കെ വരും. ഇപ്പോൾ എന്തായാലും ആൾക്കാരെ മാത്രം കൊന്നിട്ടുള്ളൂ, അവരുടെ കമ്പനി ഒന്നും നമ്മൾ നശിപ്പിച്ചിട്ടില്ല. എന്താ സംഭവം നമുക്ക് കറക്റ്റായിട്ട് അറിയണം ഗൈസ്. അപ്പോൾ നമ്മുടെ ഹാക്കേഴ്സ് അവിടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്, ക്യാമറയും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ പുറകിൽ ആരോ കളിക്കുന്നുണ്ട്, ആരാണ് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. നമുക്ക് എന്തായാലും നമുക്ക് ഈ വഴി പോവാം. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇട്ടേക്കുന്ന ഡെസ്റ്റിനേഷൻ എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ പുതിയൊരു ഇന്ത്യൻ കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഡെവിൻ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്, ഡെവിൻ വെസ്റ്റൺ ഉണ്ടാവുമെന്നാണ് ലെസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പോയി നോക്കാം. പിന്നെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഗൈസ്, വലിയ ദൂരമൊന്നുമില്ല ഗൈസ്. അപ്പോൾ ഈ വഴിയാണ് മാപ്പൊക്കെ കാണിക്കുന്നത് കേട്ടോ ഗൈസ്, എനിക്ക് അറിഞ്ഞുകൂടാ. ബിക്കോസ് ഈ വഴി ഇത്തിരി പാടാണ്, മിക്കപ്പോഴും വഴി എത്താവുന്നൊരു സ്ഥലവും കൂടിയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി ഉള്ളൂ. ഇവിടെയാണ് മെയിൻ ഷിപ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ ഇവിടെ എന്തായാലും പ്രശ്നം ഉണ്ടാവില്ല. ബിക്കോസ് ഡെവിൻ വെസ്റ്റൺ ഡയറക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാണെങ്കിൽ പുള്ളിയുടെ ഗാർഡ്സ് അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല. പക്ഷേ എന്തൊക്കെയോ ട്രബിൾസ് ഉണ്ട് ഗൈസ്. നമ്മുടെ പുറകിൽ ആരാ പ്രവർത്തിക്കണേ എന്നൊന്നും നമുക്ക് മനസ്സിലാവണില്ല. ഓക്കെ ഗൈസ്, നമുക്ക് ഈ വണ്ടി കൊള്ളോട്ടെ. ഈ മസ്റ്റാങ്ക് ഒരു രക്ഷയില്ലാത്ത മസ്റ്റാങ്ക് ഉണ്ട് ഗൈസ്. എനിക്ക് ട്രവറിൻ്റെ ഈ മസ്റ്റാങ്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ ഏത് ഇന്ത്യൻ കാർ വേണമെന്ന് കമൻറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഇന്ത്യൻ കാർ നമുക്ക് കിട്ടും ഗൈസ്. അപ്പോൾ ഇതാണ് ലൊക്കേഷൻ. ഇവിടെ ആരെയും കാണുന്നില്ല കേട്ടോ ഗൈസ്. അപ്പം ഇങ്ങോട്ട് വരാനാണ് എനിക്ക് വേണം. അവിടെ ഒരു ഗറാജും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ജസ്റ്റ് അവിടെ പോയി നോക്കാം. ഓക്കെ, ഇവിടെ ഒന്നുമില്ല. നമുക്ക് മറ്റേ സൈഡിൽ കൂടെ പോയി നോക്കാം. ഓക്കെ, ഇവിടെ ആരെയും കാണുന്നില്ല കേട്ടോ ഗൈസ്. ഓക്കെ, ഇവിടെയും കാണുന്നില്ല. ഇവിടെ ആരും ഇല്ല കേട്ടോ ഗൈസ്. എനിക്ക് വേണം അപ്പുറത്തെ സൈഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അവിടെയാണ് മെയിൻ ഷിപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ ഗൈസ്, ഓക്കെ സാർ, ഡെവിൻ വെസ്റ്റൺ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ടേക്ക് ഇവിടെ എവിടെയെങ്കിലും, അല്ലെങ്കിൽ ശരിയാവത്തില്ല. ആ ട്രക്കുകാരൻ എന്താ കാണിക്കുകയെന്നൊരു പിടിയില്ല. പുള്ളി നൈസായിട്ട് വണ്ടികളൊക്കെ എടുത്ത് നൈസായിട്ട് ഇടിക്കാനൊക്കെ നോക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഡെവിൻ്റെ അടുത്ത് പോയി സംസാരിക്കാം എന്താ കാര്യം. ബിക്കോസ് വണ്ടി ഇവിടെ കാണാനില്ല. ഷിപ്മെൻറ്റ് എത്തിയെന്നാണ് പറഞ്ഞത്, പക്ഷെ കാണാനില്ല. ഹലോ സാർ, അപ്പോൾ ഷിപ്മെൻറ്റ് വരുന്നു പറഞ്ഞിട്ട്. അപ്പോൾ ഗൈസ്, ഡെവിൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ വണ്ടി ഇത് ആ ഗറാജിൻ്റെ അകത്ത് ഉണ്ടെന്നാണ് പറഞ്ഞത്. ജസ്റ്റ് പോയി നോക്കിക്കോളാൻ പറഞ്ഞ്. അത്രേ ഉള്ളൂ കാര്യം. നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകണം. ട്രവർ മസ്റ്റാങ്ക് എടുത്തുകൊണ്ട് വന്നോളാം എന്നാണ് പറഞ്ഞത് കേട്ടോ ഗൈസ്. അപ്പോൾ വേറെ ഒന്നുമില്ല, വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വഴിയേ ലെസ്റ്ററിൻ്റെ ഹൈഡ് ഔട്ടിലോട്ട് പുള്ളി വരാം കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോൾ എന്തായാലും ഇത്ര ഉള്ളൂ പരിപാടി എന്നാണ് പറഞ്ഞത് ഗൈസ്. അപ്പോൾ ഇവിടെ സെറ്റപ്പ് എന്തായാലും കൊള്ളാട്ടോ. അധികം ഗാർഡ്സ് ഒന്നുമില്ല, 3 വണ്ടിയിലുണ്ട്. പക്ഷേ പുള്ളി മാറ്റി മദ്രാസ് കൊണ്ട് അത്ര ഒന്നും സ്ട്രോങ് അല്ല, പക്ഷേ എന്നാലും പുള്ളി സെറ്റപ്പാണ്. നമുക്ക് എന്തായാലും വണ്ടി നോക്കാം ഗൈസ്. അപ്പോൾ ഇതാണ് ഓക്കെ ഗൈസ്. വണ്ടി ഇവിടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ട്രവറെ ഒന്ന് അടങ്ങി എവിടെയെങ്കിലും നിന്നുകൂടി. എന്തിനീ വെറുതെ ഇയാളെന്താണ് താഴോട്ടൊരു കല്ലിട്ടല്ലോ. ഇയാൾ കല്ല് വന്നു വന്നു. ഓക്കെ ഗൈസ്, എന്തെങ്കിലും ആവട്ടെ. ഗൈസ്, അപ്പോൾ ഇതാണ് ഗൈസ്. അപ്പോൾ ഇത് വണ്ടി നമ്മുടെ മഹീന്ദ്ര സ്കോർപ്പിയോ ആണ്. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ മഹീന്ദ്രയുടെ എല്ലാ വണ്ടിയും നമ്മുടെ ഷോറൂമിലോട്ട് ഇറക്കാനുള്ള പരിപാടിയാണ്. എന്തായാലും ഈ വണ്ടി ഒരു രക്ഷയില്ല ഗൈസ്. നമുക്ക് ആ റെഡ് കളർ നൈസായിട്ട് കിട്ടുന്നുണ്ട്. എൻ്റെ മോനെ ഒരു രക്ഷയില്ല. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി നൈസായിട്ട് എടുത്തേക്ക് ഇവന്മാരോട് മാറിയിരിക്കാൻ പറഞ്ഞേക്കാം. ഓക്കെ, പുള്ളി പറഞ്ഞ് വണ്ടി എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് എടുത്ത് പുറത്തോട്ട് ഇറങ്ങിയേക്ക് ഗൈസ്. അപ്പോൾ ഇത് നമ്മുടെ പുതിയ അഡീഷൻ ആയിരിക്കും. ഷോർ കയറുണ്ടോ? കുഴപ്പമില്ല, കാര്യം ചെയ്യാം, അവിടെ തന്നെ നിന്നോ. ഞാനൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ഇട്ടിട്ട് വരാം. ട്രവർ എന്തായാലും മറ്റേ വണ്ടിയും കൊണ്ടാണ് പോകണം കേട്ടോ ഗൈസ്. അപ്പോൾ ഈ വണ്ടിയുടെ കളറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. നിങ്ങൾക്ക് എന്തായാലും കമൻറ്റ് ചെയ്യുക നമ്മുടെ പുതിയ സ്കോർപ്പിയോ എങ്ങനെയുണ്ടെന്ന്. പഴയ സ്കോർപ്പിയും കാര്യങ്ങളൊക്കെ വരുത്തണം, പക്ഷെ നമുക്ക് തൽക്കാലം ഇപ്പോൾ പുതിയ സ്കോർപ്പിയോ ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി ഒരു രക്ഷയിലിട്ട് ഗൈസ്. ആ ലുക്കൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും. നമുക്ക് എന്തായാലും ഈ വണ്ടി കൊണ്ട് പോവാം. ഈ വണ്ടി കൊണ്ട് നമ്മൾ നേരെ പോകുമ്പോൾ ബെന്നിയുടെ അടുത്തോണ്ട്. ബെന്നി കുറച്ച് കാര്യങ്ങൾ ട്രാക്കറൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണം. ബിക്കോസ് നമ്മുടെ BS6 ട്രാക്കറൊന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അത് എവിടെ പോയി നമുക്കൊരു പിടിയില്ലാതെ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും ഇവിടെ കൊണ്ട് ഇട്ടിട്ട് ട്രവറിൻ്റെ അടുത്ത് മസ്റ്റാങ്കായിട്ട് വരാൻ പറയാം.
ട്രവറെ ഈ പുറകെ നടക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? നമുക്ക് മദ്രാസ് നമുക്ക് നമ്മുടെ ഡേവിൻ വെസ്റ്റിൻ്റെ അടുത്ത് പോയിക്കോളാൻ പറയാം. ഓക്കെ, വണ്ടിയുടെ മുകളിലെത്തി. നമുക്ക് പുള്ളിയുടെ അടുത്ത് പറഞ്ഞാൽ പുള്ളി എന്തായാലും പോയിക്കോട്ടെ. സാർ അപ്പോൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, സാർ എന്തായാലും വിട്ടോ, നേരെ നമുക്ക് അങ്ങോട്ട് വന്നേക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും പോയേക്കാം. ഇവരെന്തായാലും വണ്ടി എടുത്തുകൊണ്ട് പോയിക്കോളും നമ്മൾ. ഓക്കെ ഓക്കെ, അവർ വിട്ടിട്ടുണ്ട്. ഞാൻ ഡോർ അടയ്ക്കണല്ലേ, ബെസ്റ്റ്. ഡോർ അടയ്ക്കാണ്ടാണ് പുള്ളി വിടുന്നത്. എൻ്റെ മോൻ, ഈ വൃത്തിയായിട്ട് ട്രക്കുകാരൻ ആ ഡോറ് തുറന്നിട്ടിട്ടാണ് പോയത്. എൻ്റെ ദൈവം, എന്ത് പറയണം, ബോസൊക്കെ തന്നെയാണ്. പക്ഷേ ഓക്കെ, അവന്മാരെ അവിടെ പോയിക്കോട്ടെ. ട്രവർ ഒരു കാര്യം ചെയ്തു, നേരെ മസ്റ്റാങ്ക് എടുത്ത് വിട്ടോ കേട്ടോ. ഇപ്പോൾ ട്രവർ വിട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പോവാം. ട്രവർ നേരെ ബെന്നിയുടെ അവിടേക്ക് പതുക്കെ വന്നോളെന്നാണ് പറഞ്ഞത്. പക്ഷേ പുള്ളി പോയിട്ട് നമുക്ക് എന്തായാലും ഈ വണ്ടി എടുത്ത് നേരെ ബെന്നിയുടെ വർക്ക്ഷോപ്പിലോട്ട് പോവാം. പക്ഷേ ഈ വണ്ടി എന്തായാലും കൊള്ളാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ട്രവർ ആ വഴിയാണ് പോകുന്നത്, നമുക്ക് ഈ വഴി പോവാം. ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടി ഉള്ളൂ ബെന്നിയുടെ വർക്ക്ഷോപ്പിലോട്ട്. അവിടെ എത്തിയിട്ട് ഇപ്പോൾ നമ്മുടെ സൂപ്പർ എടുക്കണം. സൂപ്പർ മിക്കവാറും പണി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഗൈസ് ഒട്ടും വൈകേണ്ട, നേരെ നമുക്ക് ആ ലൊക്കേഷനിലോട്ട് പോയേക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ബെന്നിയുടെ വർക്ക്ഷോപ്പിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് ഗൈസ്. അവിടെ സൂപ്പറയുടെ പണി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടാവണം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. ബിക്കോസ് ഈ വണ്ടി എന്തായാലും ഇവിടെ കൊടുക്കണം. ബിക്കോസ് ബെന്നിയാണ് ട്രാക്കറും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണത്. പുള്ളിക്ക് നന്നായിട്ട് അറിയാം. പുള്ളിക്ക് ഇത് തന്നെ ആയിരുന്നല്ലോ പണ്ടും പണി. അപ്പോൾ പിന്നെ കറക്റ്റ് അറിയാം. ഓ ഗൈസ്, വണ്ടി അവിടെ പണി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഈ വണ്ടി കൊണ്ട് ബാക്കിലിട്ടേക്കാം, ഇടിക്കാതെ പോകണം. അപ്പുറത്തെ വണ്ടി ഇപ്പുറത്തെ വണ്ടി ഒന്നും ഇടിക്കരുത്. ഗൈസ് കറക്റ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട്. വണ്ടി എന്തായാലും ഇവിടെ കിടന്നോളും. പുള്ളി ഡീറ്റെയിലിങ് കാര്യങ്ങളും ട്രാക്കറും എല്ലാ കാര്യങ്ങളും പുള്ളി ഇൻസ്റ്റാൾ ചെയ്തോളം എന്നാണ് ബെന്നി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് ബെന്നിയോട് സംസാരിച്ചിട്ട് നേരെ നമ്മുടെ സൂപ്പർ എന്തായാലും പണി കഴിഞ്ഞോട്ടെ ഗൈസ്. അങ്ങനെ ഫുള്ള് നശിച്ച് കിടന്ന വണ്ടി ഫുള്ള് പണിത് സെറ്റാക്കിയിട്ടുണ്ട്. റെഡ് സീറ്റും ഇവിടുത്തെ പുതിയ ബമ്പറൊക്കെ വെച്ചു കേട്ടോ. പഴയ ബമ്പറൊന്നും അല്ല, പുതിയ ബമ്പറും കാര്യങ്ങളൊക്കെ വെച്ചു. എല്ലാം നശിച്ചു പോയായിരുന്നല്ലോ. അപ്പോൾ പിന്നെ പുതിയ ബമ്പറും പുതിയ വീൽസും. പഴയ വണ്ടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് മനസ്സിലാവും. കളറും ടയറിൻ്റെ കളറും വണ്ടിയുടെ കളറും മാത്രമേ സെയിം ഉള്ളൂ. പക്ഷേ എല്ലാ സ്കേർട്ടും എല്ലാം മാറ്റിയിട്ടുണ്ട്. ബാക്കിലെല്ലാം എക്സോസ്റ്റൊക്കെ മാറ്റിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ കേസ് ബെന്നിയോട് സംസാരിച്ച് നമുക്ക് തന്നെ നൈസായിട്ട് പോവാം. ഹലോ ബെന്നി, അപ്പോൾ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഇയാൾ ഈ വണ്ടിയുടെ പണി ഇതുവരെ കഴിഞ്ഞില്ലേ? അപ്പോൾ കേസ് ബെന്നി പറഞ്ഞ ഒരു കുഴപ്പമില്ല, ഈ വണ്ടി ട്രാക്കർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നേരെ ഗോഡൗണിലോട്ട് എത്തിച്ചോളാം എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു എത്തിക്കണ്ട, ഞങ്ങൾ വന്ന് എടുത്തോളാം എന്നാണ് പുള്ളി പറഞ്ഞത്. പുള്ളി അധികം ഹെൽപ്പൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇതിപ്പോൾ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്താൽ മതി. വണ്ടി എന്തായാലും പണി കഴിഞ്ഞിട്ടുണ്ട് കേസ്. നമുക്ക് എന്തായാലും ഈ വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവാം. ഒത്തിരി നാളെ നമ്മൾ ഈ വണ്ടി എടുത്തിട്ട് കേസ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഹാൻഡ് ബ്രേക്കിൻ്റെ ഒക്കെ ലൈറ്റ് കത്തുണ്ട് കേട്ടോ. ലൈറ്റും എല്ലാം കത്തുണ്ട് കേട്ടോ. വണ്ടിയെല്ലാം സെറ്റാണ്. ഇൻഡിക്കേറ്ററും എല്ലാം ഹസാർഡൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. വണ്ടി സെറ്റാണ്. വണ്ടി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നാലും പതുക്കെ പുറത്തോട്ട് എടുക്കാം. എൻ്റെ മോനെ, ആ ശബ്ദം നിങ്ങൾ കേട്ടോന്ന് പറഞ്ഞൂടാ. ആ ടർബോ വിസിൽ. നമുക്ക് എന്തായാലും പുറത്തോട്ട് ഇറക്കാം. ഇതെന്തായാലും കൂടെ നമുക്ക് നേരെ അങ്ങോട്ട് പോകണം. ഓക്കെ, നമുക്ക് എന്തായാലും എൻ്റെ മോനെ, ഈ വണ്ടി ഒരു രക്ഷയില്ല. ഇത് എപ്പോൾ ഓടിച്ചാലും ഒരു പ്രത്യേക ഫീലാണ് നമുക്ക് കിട്ടണേ. അത്ര അടിപൊളിയാണ് ഈ സൂപ്പറ എന്ന് പറഞ്ഞ വണ്ടി. എന്ന് വെച്ചാൽ ഇതിൻ്റെ ബിൽഡാണ്, മെയിൻലി ഇതിൻ്റെ എക്സോസ്റ്റ്. എൻ്റെ മോനെ, പെർഫെക്റ്റ് ആയിരുന്നത്. വണ്ടി ഒരു രക്ഷയിലോട്ടെ. നമുക്ക് നേരെ നമ്മൾ ലെസ്റ്ററിൻ്റെ പുതിയ ഹൈഡ് ഔട്ടിലോട്ട് അങ്ങോട്ട് പോവുകയാണ്. ലെസ്റ്ററിൻ്റെ അല്ല, ഹാക്കറിൻ്റെ ഹൈഡ് ഔട്ടിലോട്ട്. ബിക്കോസ് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. എൻ്റെ മോനെ കൈസ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകണം, നേരെ ലൊക്കേഷനിലോട്ട് പോയേക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ലെസ്റ്ററിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ലെസ്റ്ററിൻ്റെ പുതിയൊരു ഹൈഡ് ഔട്ടാണ് പുള്ളി അവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ ലെസ്റ്ററിൻ്റെ മാത്രമല്ല, അത് മറ്റേ ഏജൻറ്റിൻ്റെയും കൂടിയാണ്, ലിയോ എന്ന് പറഞ്ഞതിൻ്റെയും കൂടിയാണ്. പുള്ളിയും ലെസ്റ്ററും കൂടി ആയിരിക്കും നമ്മൾ ഇനി ഓരോ കാര്യങ്ങൾ മോണിറ്റർ ചെയ്ത് സഹായിക്കാൻ പോകുന്നത് ഗൈസ്. ബിക്കോസ് അയാൾ വലിയൊരു ഹാക്കറാണ് ലിബർട്ടി സിറ്റിയിൽ നിന്ന്. അപ്പോൾ നമുക്കിവിടെ ആവശ്യമുള്ളതുകൊണ്ടാണ് പുള്ളീനെ ഇവിടേക്ക് വരുത്തിയത് ഗൈസ്. അപ്പോൾ ഇവിടെ എവിടെയുമാണ് നമ്മുടെ സ്റ്റോറേജ് അല്ല, ആ സീക്രട്ട് പ്ലേസ്. എന്തായാലും ഈ വണ്ടി ഒരു രക്ഷയില്ല ഗൈസ്. എനിക്ക് ഇത്തിരി ഡ്രിഫ്റ്റിങ് ഇത്തിരി കൂടുതലാണ്, പക്ഷെ സംഭവം സെറ്റാണ് ഗൈസ്. വണ്ടി ഒരു രക്ഷയില്ല. കറക്റ്റ് ഇവിടെ എത്തി. ഒരു രക്ഷയില്ലാത്ത വണ്ടിയുടെ ഗൈസ്. നമുക്ക് നൈസായിട്ട് വേണമെങ്കിൽ പാർക്ക് ചെയ്തിടാം. നമുക്ക് ആ വണ്ടികളുടെ ഇടയിലിടാം ഗൈസ്. ഈ വണ്ടി ഓടിച്ച് ഒട്ടും മടുക്കില്ല, അതാണ് ഈ വണ്ടിയുടെ സുഗുണം. ഓക്കെ, അപ്പോൾ നമുക്ക് 3 വണ്ടിയായി ഇപ്പോൾ കറൻ്റ്ലി.
മിനി കൂപ്പറും കൂടെയൊക്കെ എടുക്കണം, എല്ലാം പഴയതുപോലെ എടുക്കണം, പക്ഷേ കുറച്ച് ടൈം എടുക്കും ഗൈസ്. അപ്പോൾ എന്തായാലും ഈ വണ്ടി ഇവിടെ കിടക്കട്ടെ, നമുക്ക് നേരെ അകത്തോട്ട് പോയിട്ട് കാര്യങ്ങളൊക്കെ എന്തായാലും ചോദിച്ചറിയാം. ബിക്കോസ് നമ്മുടെ ആ വണ്ടി എവിടെ പോയെന്ന് ഒരു പിടിയില്ല ഗൈസ്. ബിക്കോസ് അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് വണ്ടി. ആ വണ്ടി എങ്ങനെയെങ്കിലും നമുക്ക് തിരിച്ച് പിടിക്കുകയും ചെയ്യണം. എവിടെ പോയെന്ന് മിക്കവാറും ഇപ്പോൾ അറിയാൻ പറ്റും. ബിക്കോസ് ഇതുവരെ നമുക്ക് ന്യൂസൊന്നുമില്ല. നമ്മൾ അവിടെ മറ്റേ ടോട്ടർ കമ്പനി പോയി ചോദിച്ചപ്പോഴും അവർ ഫുൾ അലമ്പാക്കി നമ്മളെല്ലാവരെയും കൊല്ലണ്ട് വന്നു. അപ്പോൾ അവിടെ നിന്നൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അവന്മാർ എന്തോ ഇതിൻ്റെ പുറകെ നടന്നിട്ടുണ്ട്, എന്താണെന്ന് നമുക്ക് അറിയത്തില്ല ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ അവന്മാർ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. പക്ഷേ ഉറപ്പൊന്നുമില്ല. നമുക്ക് എന്തായാലും താഴെ പോയി ചോദിച്ചു നോക്കാം ഗൈസ്. അപ്പോൾ അവരവിടെ സംസാരിക്കുന്നുണ്ട്. ഇതും എന്തോ ഹാക്കേഴ്സും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അവന്മാർ ഗൈസ് അവിടെ CCTV ഫുള്ളി മോണിറ്റേർഡാണ്. സിറ്റി ഫുള്ള് മോണിറ്റേർഡാണ്. ആ സൈഡിൽ നിന്ന് ഫുള്ള് സിസ്റ്റംസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഗൈസ് ഇവരുടെ പ്രവർത്തനം. ഒരുമാതിരി വാച്ച് ഡോഗ് സെറ്റപ്പാണ് ഇവിടെ ചെയ്ത് വെച്ചേക്കുന്നത് ഗൈസ്. നമുക്ക് എന്തായാലും പുള്ളിയുടെ സംസാരിച്ചിട്ട് എങ്ങനെ നോക്കാം. ഹലോ ലെസ്റ്റർ, അപ്പോൾ എങ്ങനെ കാര്യങ്ങളൊക്കെ? അപ്പോൾ ഗൈസ് ലെസ്റ്ററിന് പ്രത്യേകിച്ച് ഇൻഫർമേഷൻ ഒന്നുമില്ല. ചില CCTV ക്ലിപ്സ് മാത്രം കിട്ടിയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ അത് മൗണ്ട് ചെയ്യാണ്ട് അവിടെ വെച്ച് ഫുള്ള് കട്ടായി പോയിട്ടുണ്ട്. അവിടെ നിന്ന് വണ്ടിക്ക് എന്ത് പറ്റി, എന്താ കാരണം ഒന്നും നമുക്ക് മനസ്സിലാവണില്ല. അപ്പോൾ അത് മാത്രം നമുക്ക് ജസ്റ്റ് ആ CCTV വിഷ്വൽ കാണാം. ജസ്റ്റ് അവിടെ ആ വഴി പോണത് മാത്രം നമുക്ക് കിട്ടിയിട്ടുള്ളൂ ആ പാലത്തിൽ കൂടെ. അത് കഴിഞ്ഞിട്ട് എന്താ പറ്റണേന്ന് നമുക്കൊന്നും അറിയാം. നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം സിസ്റ്റത്തിൽ. അപ്പോൾ ഗൈസ് നമുക്ക് കാണാം ഈ ട്രക്ക് ഈ വഴി നമ്മുടെ മൗണ്ട് ചില്ലാട്ടോട്ട് കയറി പോകുന്ന ഒരു വീഡിയോ ഉണ്ട് ഗൈസ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡ്രൈവർ അടിപൊളിയായിട്ടൊക്കെ തന്നെ ഓടിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷേ ഇത് എന്തിനാണ് ഇങ്ങോട്ട് പോകുന്നത് നമുക്ക് ഇപ്പോഴും അറിയുന്നത്. ബിക്കോസ് നമ്മുടെ ഗറാജ് ഇവിടെ അല്ല. അത് ആക്ച്വലി നമ്മുടെ ലെസ്റ്ററിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ആ ഗറാജ് ഉണ്ടായിരുന്നത്. അത് ഇതുവരെ നമ്മൾ റിവീൽ പോലും ചെയ്തിട്ടില്ല. പക്ഷേ എന്തിനാണ് ഇങ്ങോട്ട് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതിപ്പോൾ നേരെ അവിടെ ഒരു ടണലുണ്ട്. ആ ടണലിലോട്ടാണ് പുള്ളി നേരെ പോകുന്നത് ഗൈസ്. പിന്നെ ടണലിലോട്ട് പോയിട്ട് നേരെ പിന്നെ എക്സിറ്റ് അടിക്കുന്നത് മാത്രമാണ് നമ്മൾ കാണുന്നത് കേട്ടോ. പിന്നെ ഓക്കെ ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ജസ്റ്റ് ആ വണ്ടി ആ മൗണ്ടനിൽ കൂടെ കയറി ആ ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് ആ മൗണ്ടനിൽ മുകളിലോട്ട് കയറി പോകണം. ആ ടണലിൻ്റെ അകത്തേക്ക് കൂടെ പോണതും തിരിച്ച് വന്നതും ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വണ്ടിക്ക് എന്ത് പറ്റി എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റില്ല. ബിക്കോസ് അതിൻ്റെ ശേഷം അവിടെ ക്യാമറാസ് ഒന്നുമില്ല. ആ കൂടെ ആ ബ്രിഡ്ജിൽ 2 ക്യാമറാസ് ഉണ്ട്. ആ ക്യാമറ വെച്ചിട്ടാണ് ഈ പുള്ളി അത് ഒപ്പിച്ച് കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും ആ സൈഡിൽ നിന്ന് പോയി നോക്കിയേക്കാം. ബിക്കോസ് എന്താ കാരണം എന്ന് പറഞ്ഞിട്ട് വണ്ടി എന്തായാലും നമുക്ക് ട്രാക്ക് ചെയ്യാനൊന്നും പറ്റില്ല. ബിക്കോസ് ആ സമയത്ത് ബെന്നിയിൽ നമ്മൾ തിരിച്ചെടുത്തിട്ടായിരുന്നില്ല. നമ്മുടെ സെൽറ്റോസും സ്കോർപ്പിയോ മാത്രമേ ട്രാക്കബിൾ ഉള്ളൂ. BE6 ആക്ച്വലി ട്രാക്കബിൾ അല്ല. നമ്മളന്ന് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ലെസ്റ്റർ പറഞ്ഞിട്ട് തന്നെയാണ് നമ്മളിതൊക്കെ ചെയ്തത്. അതാണ് വേറെ കാര്യം. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് എന്തായാലും പോയി നോക്കാം. ബിക്കോസ് നമുക്കിത് വിടാൻ പറ്റില്ല. ഇത് ആക്ച്വലി നമ്മുടെ ബേസിക്ക് ഉണ്ടാക്കിയ വണ്ടിയൊന്നും അല്ല. നമുക്കത് വേറൊരാൾ തന്നൊരു വണ്ടിയാണ്. പക്ഷേ ഇൻഫർമേഷൻ തന്നെ. അപ്പോൾ നമ്മുടെ മാത്രം വണ്ടിയല്ല. അപ്പോൾ ആ വണ്ടി തിരിച്ച് കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ ആവശ്യം കൂടെയാണ്. ബിക്കോസ് നമ്മുടെ മെയിൻ ബോസ് ഇതുവരെ സിറ്റിയിൽ എത്തിയിട്ടില്ല. അവരെത്രയും മുമ്പ് ഇതൊക്കെ സെറ്റ് ചെയ്യണമെന്നാണ് ലെസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ എല്ലാം കണ്ണുണ്ട്. അതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല. നമുക്ക് നേരെ പോയി അടിച്ച് തീർക്കുക ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ. അപ്പോൾ നമുക്ക് ഈ വണ്ടിയും കൊണ്ട് മൗണ്ട് ചില്ലാട് പോകണം. വേറെ ഏതെങ്കിലും വണ്ടിയും കൊണ്ട് പോയാൽ മതിയോ എന്ന് എനിക്ക് അറിച്ചു. പക്ഷേ ഈ വണ്ടി ഓടിക്കൊരു പ്രത്യേക സുഖമാണ് ഗൈസ്. ആ ടർബോൻ്റെ നമുക്ക് ലോഞ്ച് ചെയ്യണം കേട്ടോ ഈ വണ്ടി. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കാറാണ് ആക്ച്വലി നമ്മുടെ സുപ്ര. ഇത് ലോഞ്ച് ചെയ്തേക്കാം. എൻ്റെ മോനെ ഒരു രക്ഷയില്ല ഗൈസ്. വണ്ടി അന്യായ പവറാണ് കേട്ടോ ഗൈസ്, ഒന്നും പറയാനില്ല. ഓക്കെ, നമുക്ക് നേരെ മൗണ്ട് ചില്ലാണ്ട് അങ്ങോട്ട് പോകാം. അത്യാവശ്യം കുറച്ച് ദൂരമുണ്ട്. ഓട്ടം വൈകിട്ട് നേരെ മൗണ്ട് ചില്ലാണ്ട് അങ്ങോട്ടേക്ക് പോയേക്കാം. അപ്പോൾ ഗൈസ് നമ്മളിത് ഓൾമോസ്റ്റ് നമ്മുടെ മൗണ്ട് ചില്ലാണ്ട് അവിടെ എത്താറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ മൗണ്ട് ചില്ലാട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് മുമ്പോട്ടൊക്കെ പോയി കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് അവിടെ ഒരു ജസ്റ്റ് നിങ്ങൾ ആ പാലം അവിടെ കണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ജസ്റ്റ് അതിൻ്റെ മുകളിലൊരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ അവിടെ കൂടെ വണ്ടി പോണതാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കിയും കണ്ട് പോകണം. എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. ബിക്കോസ് നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് ജസ്റ്റ് നോക്കിയേക്കാം പാലത്തിൻ്റെ അങ്ങോട്ടേക്ക്. പാലം ഇവിടെ നിന്ന് വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ നോക്കാം. നമ്മുടെ കയ്യിൽ സ്നൈപ്പർ ഉള്ളതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് നോക്കിയാൽ മതി. ബൈനോക്കുലേഴ്സ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ബൈനോക്കുലേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ബിക്കോസ് ബൈനോക്കുലേഴ്സ് ഇല്ല. നമുക്ക് ജസ്റ്റ് നമ്മുടെ സ്നൈപ്പർ വെച്ച് തന്നെ നോക്കാം. ഇവിടെ കുഴപ്പമില്ല. ഇവിടെ ജസ്റ്റ് സൈക്കിൾ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. വേറെ ഇവിടെ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ ഗൈസ്. നമുക്ക് ഈ വഴി ഇറങ്ങി വന്ന് ഇങ്ങനെ കയറണം. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ വേറെ ഒരു സെക്കൻഡ് ഇവിടെ ഒരുത്തൻ നിൽക്കുന്നുണ്ടല്ലോ ഗൈസ്. അതൊരു GTR ആണല്ലോ. അത് ഇവനിവിടെ ഒരുത്തൻ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇതിന് അവനും ബൈനോക്കുലേഴ്സ് വെച്ച് ആരെയൊക്കെയോ നോക്കുവാണ് കേട്ടോ ഗൈസ്. നമുക്ക് എന്തായാലും ഇപ്പോൾ ഇവിടെ നിന്ന് നൈസായിട്ട് പോവാം. വേറെ പ്രത്യേകിച്ചും ചെയ്യാനില്ല. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ നൈസായിട്ട് പോവാം. അവിടെ ഒരുത്തൻ നോക്കി നിൽക്കാൻ കണ്ട്, പക്ഷേ നമുക്ക് പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമുക്കൊരു കാര്യം, നമുക്ക് എന്തായാലും മുകളിലോട്ട് പോയി നോക്കാം. കണ്ടിട്ടൊരു ചൈനീസ് ആളെ പോലെയൊക്കെ തോന്നിയൊരു വൈറ്റ് GTR ആണ് പുള്ളി ഓടിച്ചുകൊണ്ട് വരുന്നതെന്ന് എനിക്ക് തോന്നണേ. നമുക്ക് എന്തായാലും നൈസായിട്ട് കയറാം. ഓക്കെ ആ വണ്ടി വരുന്നുണ്ട് കേട്ടോ. അത് നമുക്കെന്തായാലും ഇപ്പോൾ കയറണ്ട.
ഓക്കെ, കുഴപ്പമില്ല. പുള്ളി ആ വഴി പോയി, നമുക്ക് നമ്മുടെ വഴി പോവാം. ഇതിൻ്റെ പുറകെ ഒന്നും പോകണ്ട, ബിക്കോസ് എന്തോ ഒരു പന്തികേട് എനിക്ക് തോന്നിയായിരുന്നു ആ വണ്ടി കണ്ടിട്ട്. പക്ഷെ ഇവിടെ ഒന്നും പിന്നെ വേറെ സീനൊന്നുമില്ല. നമുക്ക് നേരെ മുകളിലോട്ട് പോകാം. നമ്മുടെ ക്യാമറ ഡീറ്റെയിൽസ് നമുക്ക് തന്നത് ഈ ഒരു പാലത്തിൽ കൂടെ പോണതാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് അപ്പോൾ ആ പാലം ഗൈസ്. നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്. ജസ്റ്റ് നോക്കാം. എൻ്റെ മോനെ, വണ്ടി ഒരുമാതിരി ഇല്ലാണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് തന്നെ ആയിരുന്നു ആ ട്രക്ക് നമ്മുടെ വണ്ടി കൊണ്ടുപോകുന്നത്. B6 കൊണ്ടുവരുന്നത് ഈ ട്രക്ക് തന്നെയാണ്. പക്ഷേ നമ്മുടെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ആളാണ് ഇതേ കിടക്കുന്നത്. പുള്ളി ഡെഡാണ് എന്തായാലും. പുള്ളിനെ വെട്ടാനൊക്കെ നോക്കിയെന്ന് തോന്നുന്നു ഗൈസ്. വണ്ടിയൊക്കെ ഒരുമാതിരി നശിച്ചാൽ കിടക്കണം. എങ്ങനെ കൊന്നേന്ന് മനസ്സിലാവണല്ലോ. ചോരയൊന്നും വീണിട്ടില്ല. എന്നാലും ശരിക്കും തോന്നുന്നു ജസ്റ്റ് വല്ലെന്തോ എനിക്ക് അറിഞ്ഞുകൂടാ, എന്തെങ്കിലും വിഷം കൊടുത്തോ അങ്ങനെ എന്തോ കൊന്നേക്കണം. ബിക്കോസ് ഇവിടെ ചോരയൊന്നും കാണാനില്ല. അല്ലാണ്ടുള്ള രീതിയിലുള്ള ഡെത്ത് എന്തുകൊണ്ട് സംഭവിച്ചേക്കുന്നത് ഗൈസ്. നമുക്ക് എന്തായാലും ഈ വഴി നിന്ന് പോയി നോക്കാം. എന്താവും എന്നൊന്നും നമുക്ക് അറിയത്തില്ല. പക്ഷെ എന്തായാലും നമുക്ക് പോയി നോക്കാം. പോയി നോക്കിയാലേ ഗൈസ് മനസ്സിലാവുള്ളൂ. നമുക്ക് എന്തായാലും പോയി നോക്കിയിട്ട് വരാം. എൻ്റെ അകത്തേക്ക് കൂടെ പോകുമ്പോഴറിയാം ബാക്കി ഇപ്പോൾ എന്തൊക്കെ വള്ളികൾ വരാനുണ്ട്. ബിക്കോസ് ഇതിൻ്റെ അകത്തേക്ക് കൂടെ പോയി അപ്പുറത്തേക്ക് കൂടെ ഇറങ്ങണമെന്ന് നമ്മൾ കണ്ടായിരുന്നു. പിന്നെ നമുക്ക് വിഷ്വൽസ് ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ പോയി നോക്കാം. എൻ്റെ മോനായിട്ട് അപ്പുറത്തൊന്നും കാണുന്നില്ല. ഓക്കെ, അവിടെ ആരൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മോനെ, ഇത് വേറെ ഏതോ ഗ്യാങ് ആണ് കേട്ടോ ഗൈസ്. നമുക്ക് കാര്യം നമുക്ക് തിരിച്ചു പോവാം. അപ്പോൾ ഗൈസ് നമുക്ക് പെട്ടെന്ന് അപ്പുറത്തെ വഴി കൂടെ എക്സിറ്റ് അടിക്കും. ഇവിടെ എന്തോ പ്രശ്നമുണ്ട് ഗൈസ്. നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പണി പാളും. നമുക്ക് ഈ വഴിയിൽ പോവാം. എൻ്റെ മോനെ ഗൈസ്, ഇപ്പോൾ ഇവിടെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. നമ്മുടെ രണ്ട് സൈഡിൽ നിന്ന് അവർ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ജസ്റ്റ് പ്ലാൻ ആയിട്ടും തോന്നുന്നു. നമുക്ക് എന്തായാലും ആ വഴി തന്നെ പോവാം. അവിടെയാണ് മെയിനായിട്ട് ആരോ നിൽക്കണുണ്ടത്. ഗൈസ് നമുക്ക് ഇവിടെ നൈസായിട്ട് പോവാം. അപ്പുറത്തെ സൈഡിൽ തന്നെ പോവാം. ബിക്കോസ് ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. വേറെ എന്തെങ്കിലും ചെയ്യണോ നമുക്ക് അറിഞ്ഞൂടെ. ഇവിടെ ഡോറൊക്കെ ഉണ്ടല്ലോ. പക്ഷേ എനിക്ക് തോന്നണില്ല ഇതിലോട്ട് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ബിക്കോസ് നമ്മുടെ വണ്ടി നമുക്ക് നഷ്ടപ്പെടും. എന്തായാലും കാര്യങ്ങൾ സംസാരിച്ചിട്ട് പോകാൻ പറ്റുള്ളൂ ഗൈസ്. നമുക്ക് നേരെ പോയി കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഇതെന്താ സംഭവം നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. മിക്കവാറും അടുത്ത വീഡിയോയിൽ അറിയാൻ പറ്റുള്ളൂ ഗൈസ്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഈ ചാനലിൽ ഇപ്പോൾ ഒന്ന്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. നമ്മൾ ഓൺ ദ റോഡ് ടു 10K ആണ്. എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ താഴെ കൊടുത്തിട്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഉടനെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. എന്തായാലും കാത്തിരിക്കുക. അതുവരെ എല്ലാവർക്കും പീസ്.